ഹായ് ഹലോ, കുറേ നാളുകൾക്ക് ശേഷം ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് വന്നത്. ഇത് നമ്മൾ ഐബലിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്ത ശേഷം ഇപ്പോഴും ആ വീഡിയോയുടെ താഴെ കമൻറ്റ് വരുന്നുണ്ട്. ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ, അടിപൊളിയാണോ, വർക്കിംഗ് ആണോ, ഇതിൽ എത്ര kg ചെയ്യാൻ പറ്റും, മൈദ അടിക്കാൻ പറ്റുമോ, ഇതിൽ ചപ്പാത്തി കുഴക്കാൻ പറ്റുമോ, അങ്ങനെ പല പല ഡൗട്ട്സും എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് വീഡിയോ ചെയ്യാമെന്ന് ഞാനതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാനതിൽ എൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ വർക്ക് ഏരിയയിലാണ് ഉള്ളത്. വർക്ക് ഏരിയയിൽ ഇത് ഇവിടെയല്ല വെക്കുന്നത്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് അപ്പുറം മെയിൻ കിച്ചണിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇത് വെക്കും, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടത് ജസ്റ്റ് തുടക്കും, അങ്ങനെ വെക്കും. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇടാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് നമ്മൾ ചാർജറിൻ്റെ വയറും അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിലിട്ട് വെക്കും. പൈപ്പിംഗ് ബാഗ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാറാണ് പതിവ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ഫിൽറ്റർ കുത്തിയ പ്ലഗാണ്, അതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലഗ് കുത്തിക്കും. ഓൺ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഈ കൺട്രോൾ ബട്ടൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ ഇത് സംഭവം ഓണാണ്. 0-ൽ ഇട്ടാലും സംഭവം ഇത് ഓണിലാണുള്ളത്. അതുകൊണ്ട് ആണ് ഞാൻ ഇത് ഉപയോഗിക്കാത്തത്. കാരണം നമുക്ക് കേക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേജിലും ഓരോ സ്പീഡാണല്ലോ. നമ്മൾ കേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പീഡ്, പിന്നെ അതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് അധികം കൊടുക്കും. പിന്നെ നമ്മൾ മൈദ ഇടുന്ന സമയത്ത് ഏറ്റവും ലോയിൽ വെക്കും. ഓയിൽ മൈദയൊക്കെ ചേർക്കുമ്പോൾ ലോ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നടക്കില്ല സംഭവം. കേക്ക് ഫ്ലോപ്പ് ആവുന്നു. ഞാനൊന്നും കൂടി പിന്നെ ഒരു 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതെങ്ങനെ വർക്കിംഗ് അല്ല, നടക്കില്ല. അതുകൊണ്ട് ഇത് സംഭവം വർക്കാണ്, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചതാണ്. അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കണം. ഐബലിൻ്റെ ഓഫീസിൽ വിളിച്ച് ചെയ്താൽ മതി. പിന്നെ എനിക്കിപ്പം അങ്ങനെ വല്ലാതെ റെഗുലറായിട്ട് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മെനക്കെടാത്തത്. സംഭവം കുഴപ്പമില്ല. ഞാനത് 1.5-2 വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതത്ര നല്ലൊരു പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും കുറച്ച് പേരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് ബീറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ഐറ്റം വാങ്ങുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടി പൈസ കൊടുത്തിട്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് ക്വാളിറ്റി ഇല്ലയെന്നല്ല പറയുന്നത്. കാരണം ഞാൻ 2 വർഷത്തിനടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഡെയിലി യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും അധികം വർക്ക് ഓർഡർ ഉള്ള ദിവസം മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അത് അത്ര ലാസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കൊടുത്തിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാധനം വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് കമൻറ്റ് വരുന്നത്. ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ദയവ് ഇത് വാങ്ങുന്നവർ ഒന്നും കൂടി ആലോചിക്കുക. കുറച്ചും കൂടി പൈസ കൊടുത്തിട്ട് നല്ല പ്രൊഡക്റ്റ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഡെയിലി ഓർഡറൊക്കെ എടുക്കുന്നവർക്ക് എന്തായാലും ഇത് പറ്റില്ല. ഇത് അത്ര ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 6000 സംതിങ് അങ്ങനെ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്